പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകയില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകയില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മാനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മാനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ച മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ച മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകയില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. മാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. മാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാതു നിശ്ചയം. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചപ്പും ചവറും ഛേദവുമായവ കണ്ടെത്തുക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടുംബങ്ങളെ, ദൈവം തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നവരിൽ, തനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നിയമിച്ചിരിക്കുന്നവരിൽ ദൈവത്തിന് പ്രത്യേകമായ പദ്ധതികളും ലക്ഷ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് തിരഞ്ഞെടുക്കുന്ന ഒരു മാനപാത്രമാക്കും എന്നുള്ളത്. ഇവിടെ പൗലോസ് ദൈവസഭയ്ക്ക് ഉപദ്രവിയും നിഷ്ഠൂരനുമായി സഭയെ ഉപദ്രവിച്ച് മുടിച്ചു നടന്നിരുന്നവനായ ശൗൽ എന്ന പൗലോസിനെ കർത്താവ് തനിക്കായി തിരഞ്ഞെടുക്കുകയും അവനെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതിയെക്കുറിച്ച്
ദൈവം തൻ്റെ ദാസനായ അനന്യാസ് എന്ന ശിഷ്യനോട് കൽപ്പിക്കുകയും ചെയ്യുകയാണിവിടെ. നീ അവനെ സംശയിക്കേണ്ട, അവനെ ഭയക്കേണ്ട, അവനെ അവഗണിക്കുകയും വേണ്ട. നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ്റെ അടഞ്ഞ കണ്ണ് തുറക്കേണ്ടതിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ദൈവം ഒരുവനെ ഒരു പാത്രമായി തിരഞ്ഞെടുത്തുവെങ്കിൽ, അവൻ അതിനുവേണ്ടി വേർതിരിക്കപ്പെടുമെങ്കിൽ, അവൻ ആത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടുമെങ്കിൽ, അവനൊരു മാനപാത്രമായി ഉയർത്തപ്പെടും. സുവിശേഷം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ വിളമ്പുന്ന ഒരു മാനപാത്രം. ദൈവത്തിൻ്റെ വചനം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. പ്രിയ, മാനപാത്രത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. മാനപാത്രമാകണമെങ്കിൽ ചില കടമ്പകളൊക്കെ കടക്കേണ്ടതുണ്ട്, ചിലതൊക്കെ വിട്ടകലേണ്ടതുണ്ട്, തന്നെത്താൻ സൂക്ഷിക്കേണ്ടതുമുണ്ട്. വിളിയും തിരഞ്ഞെടുപ്പുമുള്ള ഒരു വിശ്വാസിയുടെ ലക്ഷ്യമായിരിക്കണം എനിക്ക് കർത്താവിന് ഉപയോഗമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുക്കമുള്ള ഒരു മാനപാത്രമായി മാറണം എന്നുള്ളത്. അതിനുവേണ്ടി ദൈവവചനം എന്തു പഠിപ്പിക്കുന്നുവോ ഞാൻ അതൊക്കെയും ഏറ്റെടുത്ത് അനുസരിക്കും എന്ന ഒരു തീരുമാനവും ഒരുവന് ഉണ്ടായിരിക്കണം. ഇവിടെ കർത്താവ് തിരഞ്ഞെടുത്ത പാത്രമായ പൗലോസ് ഒരു മാനപാത്രമായി ഉയർത്തപ്പെടേണ്ടതിന് തൻ്റെ ജീവിതം എങ്ങനെ ഒരുക്കി എന്നുള്ളത് നാം മാതൃകയാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. പ്രിയരെ, പൗലോസിന് ബോധ്യമായ ഒരു കാര്യം, ഞാൻ കർത്താവിന് ഉപയോഗിക്കപ്പെടേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാകയാൽ ഞാനൊരു മാനപാത്രമാകേണ്ടതിന് എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും കർത്താവായ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണണം. അതുമാത്രമല്ല, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അന്ത്യം വരെ എല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ടേയിരിക്കേണ്ടതും ആവശ്യമാണ് എന്ന തിരിച്ചറിവായിരുന്നു പൗലോസിനുണ്ടായിരുന്നു. തുടർന്ന് താൻ എണ്ണേണ്ടതായ ഒരു വിഷയത്തെ കൂടി ഓർപ്പിക്കുന്നു. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഫിലിപ്പിയർ 3:10-11 വാക്യങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ തന്നെ അപ്പോസ്തലനായി നിയമിച്ചാക്കി വച്ചിരിക്കുന്ന യജമാനനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യം. താൻ വിളിക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ പ്രശംസാ വിഷയങ്ങളായിരുന്നു 8-ാം നാളിലെ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്നീ 7 കാര്യങ്ങളും, വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത, ഭാരിച്ച സമ്പത്ത്, ന്യായാധിപസംഘത്തിലെ അംഗത്വം, ഇങ്ങനെ തനിക്ക് പ്രശംസയും പുകഴ്ചയും ആയിരുന്നതും ലാഭമായിരുന്ന നിരവധി കാര്യങ്ങൾ, സ്ഥാനമാനങ്ങളൊക്കെ താൻ ചപ്പൊന്നും ചവറൊന്നും എണ്ണി, ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണി ഇപ്പോഴും എപ്പോഴും എണ്ണുന്നു എന്നുള്ളതായിരുന്നു തന്നെ മാനപാത്രമാക്കി ഉയർത്തുവാനിടയായ കാര്യം. ചപ്പും ചവറും അല്ലാത്തതും ഛേദമല്ലാത്തതുമായ ധനസമ്പത്ത് കൊണ്ട് നേടാൻ കഴിയാത്തതുമായ വിലയേറിയ അവകാശം പ്രാപിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം.
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം ഇതിനു വേണ്ടിയാണ് താൻ ക്രിസ്തുവിൽ നിലകൊണ്ട്. കർത്താവ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ഒരു മാനപാത്രത്തിൻ്റെ അവകാശമാണിത്. കൂടപ്പിറപ്പേ, നാം ക്രിസ്തുവിൻ്റെ നാമം വഹിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പാത്രങ്ങളാണ്. കർത്താവ് തന്റെ നാമത്തിനായി തൻ്റെ കരത്തിൽ ഒരു മാനപാത്രമായി നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ നാം ക്രിസ്തുവിൽ എണ്ണുന്നതുമായവ നമ്മോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണെന്ന് സ്വയം ശോധന ചെയ്ത് കണ്ടെത്തുക. ഏറ്റവും വലിയതും ശ്രേഷ്ഠവുമായ അവകാശം പ്രാപിക്കേണ്ടതിനു വേണ്ടിയും നമ്മുടെ യജമാനനെ പ്രസാദിപ്പിക്കേണ്ടതിനു വേണ്ടിയും വളരെ ശ്രദ്ധയോടെ നമ്മുടെ കാൽച്ചുവടുകളെ മുൻപോട്ട് വയ്ക്കുന്നവരാകും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ ചിന്തകൾ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങുന്ന മാനപാത്രങ്ങളായി തീരണം എന്നുള്ള ആഗ്രഹത്തോടെ ചപ്പും ചവറും ഛേദമായവ കണ്ടെത്തി അതിനെ പുറത്താക്കി ശ്രേഷ്ഠകരമായതും വലിയതും നിലനിൽക്കുന്നതുമായവയെ കൈപ്പറ്റണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളുടെ വിശുദ്ധ വിജയകരമായ ആരാധനാ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇന്ന് പകലിൽ അതിനുള്ള കൃപ ഓരോ ദൈവമക്കളുടെ മേലും പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, ഇന്നിൻ്റെ ആവശ്യങ്ങൾ ഓരോരുത്തരുടെ മേലും ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹങ്ങളായി പകർന്നു കൊടുത്ത് മാനിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുമില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം ചെന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മാനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മാനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ച മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ച മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. ശത്രുവിന്മേൽ ജയം നൽകിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം
നിർമ്മിച്ചിടും അത്